മെയ് 4 റിസൾട്ട് വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രചരണങ്ങൾ കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ റിസൾട്ട് വരുന്ന ദിവസം പാലക്കാട്ട് നിന്ന് പാലക്കാടിൻ്റെ MLA പറിച്ചു മാറ്റി വടകരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്തിനാണ് എന്നുള്ളത് സഖാക്കളെ നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ കരുതുന്നത്, സഖാക്കൾ കരുതിയത് വടകരയിലെ MP ആകാനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ പാലക്കാട്ട് നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വടകരയുടെ മണ്ണിൽ നട്ടത് എന്നുള്ളതാണ് സഖാക്കൾ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യം. എന്നാൽ സഖാക്കളെ, ഈ 4 റിസൾട്ട് വരുമ്പോൾ അതിൽ സഖാക്കൾക്ക് നല്ല ബോധ്യങ്ങൾ വരും. എന്തിന് ഷാഫിയെ പാലക്കാട്ട് നിന്ന് പറിച്ച് വടകരയിലേക്ക് മാറ്റി നട്ടു എന്നുള്ളത്. വടക്കൻ കേരളത്തില് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഖമായി മാറാനാണ് ഷാഫി പറമ്പിലിനെ തിരിച്ച് അങ്ങോട്ടേക്ക് പ്രതിഷ്ഠിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ മെയ് 4 റിസൾട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകും. മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ അവിടെ സംഭവിക്കും. കോഴിക്കോട് ജില്ലയിലെ 90% മണ്ഡലങ്ങളിലും, ഒരു പക്ഷേ 100% മണ്ഡലങ്ങളിലും UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ച് കയറും. ഷാഫി ഉണ്ടാക്കിയ ഓളം അത് തലശ്ശേരിയില്, കൂത്തുപറമ്പില്, വടകരയില്, നാദാപുരത്ത്, കുറ്റ്യാടിയില്, പേരാമ്പ്രയില്, കൊയിലാണ്ടിയില്, ഈ 7 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് വടകര പാലക്കാടുണ്ടായിരുന്ന ഷാഫി വളരെ സെക്യുലർ ആയിരുന്നു. അയാൾ ഒരു പ്രശ്നക്കാരനായിരുന്നില്ല, അയാൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഷാഫി വടകരയിൽ വന്ന് കാല് കുത്തിയ നിമിഷം മുതൽ അയാൾ പ്രശ്നക്കാരനായി. അയാൾ വലിയ പ്രശ്നക്കാരനായി. അയാൾ ഈ പറയുന്ന വർഗീയവാദിയായി. വർഗീയതയുടെ ചാപ്പ കുത്താനുള്ള ശ്രമങ്ങൾ നടത്തി, അല്ലേ? അതിന് CPMൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ അയാളെ വർഗീയവാദിയാക്കുവാൻ, ചാപ്പ കുത്തുവാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? ഷാഫി വടകരയുടെ മണ്ണിൽ വന്ന് കാല് കുത്തിയ നിമിഷം മുതൽ ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. എന്തായിരുന്നു കാരണം? എസ്പെഷ്യലി വടകരയിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. KK ശൈലജ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഭൂലോക ഫ്രോഡ്, ആ ഫ്രോഡ് വടകരയുടെ മണ്ണിൽ 1,15,575 വോട്ടിന് തോറ്റു തുന്നം പാറി 8 നിലയിൽ പൊട്ടി, അല്ലേ? അതിനുശേഷം ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്തായിരുന്നു? ഈ ഷാഫി മത്സരിക്കുന്ന ഘട്ടത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ പറയുന്ന കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത്. ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ വടകരയിലെ KK രമ ഒഴിച്ചു നിർത്തിയാൽ 6 എണ്ണത്തിലും LDFിൻ്റെ MLAമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഭൂരിഭാഗം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരിച്ചു കൊണ്ടിരുന്നത് LDF ആയിരുന്നു. അവിടെയാണ് എന്തിന് LDFിൻ്റെ കൺവീനറായിരുന്ന TP രാമകൃഷ്ണന്റെ മണ്ഡലമായ പേരാമ്പ്രയിൽ മാത്രം 19,000-ലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിലിന് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഷാഫി വന്നിറങ്ങിയത് മുതൽ ഇവരുടെ കോട്ട കൊത്തളങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പറഞ്ഞ ഒരു വാക്ക് അത് അന്വർത്ഥമാകാൻ പോവുകയാണ്. എന്താ? കാസർഗോഡ് മുതൽ എറണാകുളം വരെ എണ്ണി വരുമ്പോഴേക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തും. കാസർഗോഡ് മുതൽ എറണാകുളം വരെ. അപ്പോൾ അത് സതീശൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. വടക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിക്കുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ വടക്കൻ കേരളത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ഉണ്ടാക്കിയ ഓളം അത് ചില്ലറയൊന്നുമല്ല. വടക്കൻ കേരളത്തിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് സഖാക്കളെ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. വല്ലാതെ ഭയപ്പെടുത്തും. കാരണം നിങ്ങൾ ഇത്രയും കാലം ധരിച്ചു വച്ചിരിക്കുന്ന, നിങ്ങൾ
നിങ്ങളുടെ കോട്ടകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാ. അത് മെയ് 4 റിസൾട്ട് വരുമ്പോൾ ആ കാര്യങ്ങൾ സഖാക്കൾക്ക് ഒന്നുകൂടി ബോധ്യമാകും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴാണല്ലോ കോട്ടയാണോ കോട്ടകളാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാകുമെന്നുള്ളതാണ്. ആ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഒരു ഓളം വടക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ UDF സഹായകരമാകും എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിഭാസം എന്താണെന്നറിയാമോ? ഇത്രയും കാലം ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ ചാപ്പ കുത്താൻ ശ്രമങ്ങൾ നടത്തിയവർ അതിനെ ഒന്നുകൂടി കാര്യക്ഷമമായിട്ട്, അതിനെ ഒന്നുകൂടി വളരെ ഗൗരവതരമായിട്ട് അവരെ ആ ചാപ്പ കുത്തലുകൾ തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പല രീതിയിൽ ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാ. പക്ഷേ സഖാക്കൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഷാഫി എന്ന് പറയുന്ന ഒരു സെക്യുലർ നേതാവിനെയാണ്. ഷാഫി പറമ്പിൽ ഒരു മുസ്ലിമാണ്, ഷാഫി പറമ്പിൽ ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അയാൾ തന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ലേബലിലേക്ക് ചേർത്ത് നിർത്തപ്പെടാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അയാൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു പ്രത്യേകത. പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്, അല്ലെങ്കിൽ അതിന് ജനം അംഗീകാരം നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഷാഫി പറമ്പിൽ ജനപ്രതിനിധിയായ അസംബ്ലിയിലേക്ക് എത്തിയ പാലക്കാട് മണ്ഡലമാണെങ്കിലും പാർലമെന്റിലേക്ക് പോയ വടകരയാണെങ്കിലും ഇവിടുത്തെ സോഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, അയാൾ എങ്ങനെയാണോ സെക്യുലർ ആവേണ്ടത്, അയാൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, ഏതെങ്കിലും മതത്തിന് വേണ്ടിയാണോ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. അയാൾ പ്രവർത്തിക്കേണ്ടത് വളരെ കൃത്യമായി താൻ പ്രതിദാനം ചെയ്യുന്ന ജനതയ്ക്ക് വേണ്ടിയാണ്. അതിൽ ഹൈന്ദവനുണ്ടാവും, ക്രൈസ്തവനുണ്ടാവും, മുസ്ലിം ഉണ്ടാവും, മതമുള്ളവനുണ്ടാകും, ഇല്ലാത്തവനുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. ഇവർക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു സെക്യുലർ നേതാവിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ ഷാഫി പറമ്പിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ഒരു വികാരമായിട്ട് അങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയ സഖാക്കളാണ് ഷാഫി പറമ്പിലിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അയാളെ വർഗീയതയുടെ ചാപ്പ കുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്ത് സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഉടനടി അതിനെയൊക്കെ ഷാഫി പറമ്പിലേക്ക് ചേർത്ത് വെക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തും. എന്നിട്ട് അവസാനം 8 നിലയിൽ പൊട്ടും. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഷാഫിയെ മനസ്സിലാക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചില്ല. അവർ ഷാഫിയെ വേട്ടയാടാൻ വേണ്ടി വർഗീയവാദിയാണ് എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു അശ്ലീലം റഹീം ഉണ്ടല്ലോ. ഈ അശ്ലീലം റഹീം വടകരയിൽ വന്ന് പ്രസംഗിച്ചത് ഷാഫി പൊളിറ്റിക്കൽ പോയിസൺ ആണ് എന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിലാണ് പ്രസംഗിക്കുന്നത്. ഇത് വടകരയുടെ മണ്ണിൽ അങ്ങനെ ഷാഫി ഒരു പൊളിറ്റിക്കൽ പോയിസൺ ആണെന്ന് വടകരയിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവരങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഷാഫി വടകരയുടെ മണ്ണിൽ നിന്ന് വിജയിച്ച് കയറില്ലായിരുന്നു. ഈ അശ്ലീലം റഹീമിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഷാഫി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അയാൾ ജനമനസ്സുകളിൽ ഇടിച്ചു കയറുന്ന ഒരു രീതി, ആ രീതി തന്നെയാണ് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇപ്പം ഈ റഹീമൊക്കെ കേരളത്തിൽ ഇപ്പോൾ രാജ്യസഭാ MP ഒക്കെയാണ്. റഹീം ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നോക്കട്ടെ. റഹീം മത്സരിച്ചിട്ടുണ്ട് മുമ്പ്, 8 നിലയിൽ പൊട്ടിയിട്ടുമുണ്ട്. ഈ റഹീം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നോക്കട്ടെ. റഹീം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എവിടെയും ഇതുവരെ ഇനിയുള്ള കാലവും റഹീമിന് വിജയം എന്ന് പറയുന്നത് വലിയ ഒരു ബാലികേറ മല തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഒരു ബന്ധവും ഉണ്ടാകാത്ത, ഇപ്പോൾ പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് പറിച്ചു നടുമ്പോൾ വടകരയുടെ മണ്ണിൽ ഷാഫിക്ക് ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ഷാഫി പറമ്പിൽ അന്ന് വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പാലക്കാടിൻ്റെ MLA മാത്രമായിരുന്നു അയാൾ.
അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയി മാറിയത് വടകരയിൽ മത്സരിപ്പിക്കാൻ പാർട്ടി എടുത്ത തീരുമാനവും അത് അംഗീകരിക്കാൻ മത്സരിക്കാൻ അയാൾ തയ്യാറായതുമായ ആ ഒരു പോയിന്റ്, ആ ഒരു തീരുമാനം, ആ ഒരു ഡിസിഷൻ, അതാണ് അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഈ പൊളിറ്റിക്കൽ ലൈഫിലെ. അതല്ലായിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും പാലക്കാട്ടെ MLA ആയി തുടർന്നേനെ, അത്രേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. അവിടെ നിന്ന് കേരളം ഉറ്റുനോക്കുന്ന ഒരു യുവജന നേതാവായിട്ട് അയാൾ മാറുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മെയ് 4 വരുമ്പോൾ വടക്കൻ കേരളത്തിൽ ഷാഫി ആരായിരുന്നു, ഷാഫി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് സഖാക്കൾക്ക് ബോധ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ സഖാക്കൾ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചത് എന്താ? വടകരയുടെ MP ആകാൻ ആണ് ഷാഫി പറമ്പിലിനെ പാലക്കാട്ട് MLA ആയിരുന്ന ഒരു വ്യക്തിയെ പാലക്കാട്ട് നിന്ന് പറിച്ചു കൊണ്ടുവന്ന് വടകരയിൽ മത്സരിപ്പിച്ചത് വടകരയുടെ MP ആകാനാ? അല്ല. എസ്പെഷ്യലി ഈ പറയുന്ന വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് നോക്കൂ നിങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ, അതുപോലെ ഈ വടക്കൻ കേരളത്തിൽ UDFനുണ്ടായ വലിയ ഒരു പതർച്ചയുണ്ട്. അടിത്തറ പോലും ഇളകിയ ഒരു പതർച്ച. ആ പതർച്ചയിൽ നിന്ന് പാർട്ടിയെ കൈപ്പിടിച്ചുയർത്താൻ, UDFനെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ വടകരയിലേക്ക് പറിച്ചു നട്ടത്. അത് സഖാക്കൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നുള്ളത് മെയ് 4 റിസൾട്ട് വരുമ്പോൾ സഖാക്കൾക്ക് ബോധ്യമാകും, കൃത്യമായിട്ട് ബോധ്യമാകും. കാരണം 2021 UDFന് നഷ്ടമായ ഭൂരിഭാഗം മണ്ഡലങ്ങളും ഈ 2026 UDF തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഈ വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഷാഫിയെ പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് പറിച്ചു നട്ടത്. അതിനപ്പുറം അതിൻ്റെ കൂടെ ഈ പറയുന്ന വടകരയിലെ MP എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ പ്രൈം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് വടക്കൻ കേരളത്തിൽ ഈ കോൺഗ്രസിന്, UDFന് വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ, അതിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, അതിനൊന്ന് ജീവൻ നൽകാൻ, അതിനു വേണ്ടി കൂടിയാണ് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് പറിച്ചു നട്ടത് എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റം മാത്രം അതിന് വലിയ ഉദാഹരണമായി മാറും. കോഴിക്കോട് ജില്ലയിൽ ഈ പറഞ്ഞ കോഴിക്കോടിന് ചേർന്ന് കിടക്കുന്ന കണ്ണൂരും കോഴിക്കോടും ഒക്കെ ബന്ധമുള്ള മണ്ഡലങ്ങളിൽ ഷാഫി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അത് വടക്കൻ കേരളങ്ങളിൽ കോഴിക്കോടും കണ്ണൂരും മാത്രമല്ല വടക്കൻ കേരളത്തിൽ സകലമാന ഇടങ്ങളിലും ആ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷാഫിയെ ഇത്രയും കാലം എങ്ങനെയാണോ സഖാക്കൾ കടന്നാക്രമിച്ചത് അതിനേക്കാൾ വലിയ വേട്ടയാടൽ ഷാഫി നേരിടാൻ പോവുകയാണ്. പക്ഷേ പ്രതിരോധമൊരുക്കാൻ 10,000 ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം സഖാക്കൾ മറന്നു പോകേണ്ട എന്നുള്ളത് മാത്രമാണ്.